Hi all, welcome to Learnino. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെക്ടിഫയർ ആൻഡ് ഫിൽട്ടർ അത് രണ്ടും ബേസ് ചെയ്തിട്ടുള്ള MCQs ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്റ്റും ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഹാഫ് വേവ് റെക്ടിഫയർ the load current flows for a complete cycle of the input signal, less than half cycle of the input signal, more than half cycle but less than complete cycle of the input signal, only for the positive half cycle of the input signal. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യന് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണ് ഹാഫ് റെക്ടിഫിക്കേഷൻ? എന്താണ്? AC to DC കൺവേർഷൻ ആണ് അല്ലേ. സോ ഹാഫ് വേവ് റെക്ടിഫയറിൽ എന്താണ്? ഒരു ഡയോഡ് ഉണ്ട്, ഒരു ലോഡ് റെസിസ്റ്ററും ചേർന്നിട്ടുള്ള ഒരു കണക്ഷനാണ് ഹാഫ് വേവ് റെക്ടിഫയർ. നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന സൈൻ വേവ്, അതിനൊരു പോസിറ്റീവ് പീക്കും ഉണ്ട്, പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. സോ ഈ ഇൻപുട്ടിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസ് ആകും, നമുക്ക് ഔട്ട്പുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. അതേസമയം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് റിവേഴ്സ് ബയസിലാകും, നമുക്ക് ആ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ടിൽ കിട്ടുന്നില്ല അല്ലേ. സോ ഇങ്ങനെയാണ് ഇവിടെ റെക്ടിഫിക്കേഷൻ നടക്കുന്നത്. ഇപ്പം നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം ഔട്ട്പുട്ടിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ബൈ ഡയറക്ഷണൽ ആയിട്ടുള്ള ഒരു ഇൻപുട്ടിനെ യൂണി ഡയറക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ക്ലിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇൻ എ ഹാഫ് വേവ് റെക്ടിഫയർ ലോഡ് കറണ്ട് ഫ്ലോസ് ഫോർ ഓൺലി ഫോർ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഔട്ട്പുട്ട് ഫോളോ ചെയ്യുന്നുള്ളൂ, ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ അല്ലേ. ഡയോഡ് ഫോർവേഡ് ബയസിലാവുന്നുള്ളൂ, ഔട്ട്പുട്ട് നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ കിട്ടുന്നുള്ളൂ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. In a full wave rectifier, the current in each of the diodes flows for. അപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം? ഹാഫ് വേവിൽ നമുക്ക് ഒരു ഡയോഡേ ഉള്ളൂ, ലോഡ് റെസിസ്റ്റർ ഉണ്ട്, ഔട്ട്പുട്ടിൽ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം ഔട്ട്പുട്ട് കിട്ടുന്നു. അതേസമയം ഫുൾ വേവ് റെക്ടിഫയറിൽ രണ്ട് ഡയോഡ്സ് ആണ്. സെൻറ്റർ ടാപ്പ് ആണെങ്കിൽ രണ്ടും, ബ്രിഡ്ജ് റെക്ടിഫയർ ആണെങ്കിൽ 4 ഡയോഡും ഉള്ള കണക്ഷനാണ് അല്ലേ. സോ ഈ ഫുൾ വേവ് റെക്ടിഫയറിൽ ഫസ്റ്റ് എന്താണ് സൈൻ വേവിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് D1 കണ്ടക്ട് ചെയ്യുന്നു, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് D2 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ് ആകുന്നു, അപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സോ ഇൻ എ ഫുൾ വേവ് റെക്ടിഫയർ the current in each of the diodes flows for option A complete cycle of the input signal. ഇപ്പോൾ കംപ്ലീറ്റ് സൈക്കിൾ കിട്ടുന്നുണ്ടല്ലോ, സോ ഓപ്ഷൻ എ അല്ലേ, അങ്ങനെ വിചാരിക്കില്ല. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? the current in each of the diodes. ഓക്കെ, ഓരോ ഡയോഡ്സിലും സെപ്പറേറ്റ് ആ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഡയോഡ് എപ്പോഴേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ, കറണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ. സെക്കൻഡ് ഡയോഡോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴാണ് സെക്കൻഡ് ഡയോഡ് ഫോർവേഡ് ബയാസ് ആകുന്നത്, അപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈച്ച് ഓഫ് ദ ഡയോഡ്സ് ഫ്ലോസ് ഫോർ ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിൾ, ആദ്യത്തേത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ രണ്ടാമത്തേത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ ആണ്, അല്ലാതെ ഓപ്ഷൻ എ അല്ല. അതിൽ കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, സോ ഫുൾ വേവ് റെക്ടിഫയറിൽ നമുക്ക് രണ്ട് ഹാഫ് സൈക്കിളും കണ്ടക്ഷൻ വരുന്നുണ്ട്, പക്ഷേ ഓരോ ഡയോഡും ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് സിഗ്നലിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആ ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇൻപുട്ട് സൈൻ വേവ് അപ്ലൈ ചെയ്യുന്നു, ഫസ്റ്റ് ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുന്നു, നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നു. സെക്കൻഡ് എന്താണ് ചെയ്യുന്നത്? രണ്ടാമത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് D2 ആണ് ഫോർവേഡ് ബയാസ് ആവുന്നത്, ഔട്ട്പുട്ടിൽ നമുക്ക് വേവ് ഫോം കിട്ടുന്നുണ്ട്. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ, ദ റിപ്പിൾ ഫാക്ടർ ഓഫ് എ ബ്രിഡ്ജ് റെക്ടിഫയർ. ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എത്രയാണെന്നാണ്. സോ ഈ വാല്യൂസ് പഠിച്ചു വെക്കണം. ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.482 ആണ്. അതേസമയം ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 0.482 ആണ്. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 1.21 ആണ്. ഇനി റിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത് എന്താണ്? AC DC ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് റെക്ടിഫിക്കേഷൻ. ഓക്കെ, സോ നമ്മുടെ ഔട്ട്പുട്ട് DC-യിൽ, അതായത് പെർഫെക്റ്റ് DC നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. യൂണി ഡയറക്ഷനിലുള്ള വേവ് ഫോം ആണ്, അതായത് AC കമ്പോണന്റും ഉണ്ട്, ഔട്ട്പുട്ടിൽ വരുന്നുണ്ട്, പെർഫെക്റ്റ് DC അല്ല. അപ്പൊ ഈ AC കമ്പോണന്റ് നമുക്ക് വേണ്ടാത്തതാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള AC കമ്പോണൻസ് നമ്മുടെ DC ഔട്ട്പുട്ടിൽ വരുന്നുണ്ട്, റെക്ടിഫൈഡ് ഔട്ട്പുട്ടിൽ വരുന്നുണ്ട്. സോ ഈ അൺവാണ്ടഡ് AC കമ്പോണൻസ് ഇൻ റെക്ടിഫയർ ഔട്ട്പുട്ട്സിനെയാണ് നമ്മൾ റിപ്പിൾ എന്ന് പറയുന്നത്. ഈ റിപ്പിൾ നമുക്ക് വേണ്ട, റിപ്പിൾ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റർ ആഡ് ചെയ്യുന്നത് അല്ലെ. സോ ഈ റിപ്പിൾ മെഷർ ചെയ്യുന്നതിനുള്ള ഫാക്ടറാണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. റിപ്പിൾ ഫാക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്?
It is the ratio between RMS value of the AC voltage. എവിടുത്തെ ഇൻപുട്ടിലാണ് AC ഉള്ളത് അല്ലേ, ഇൻപുട്ടിലെ AC വോൾട്ടേജിന്റെ RMS value divided by DC voltage of the rectifier, output voltage അല്ലേ, ഔട്ട്പുട്ടിന്റെ DC voltage of the rectifier തമ്മിലുള്ള റേഷ്യോ ആണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. റിപ്പിൾ ഫാക്ടർ ബ്രിഡ്ജ് റെക്ടിഫയറിൽ അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയറിൽ 0.48ഉം ഹാഫ് വേവില് 1.21 ആണ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദ ബ്രിഡ്ജ് റെക്ടിഫയർ വെൻ കമ്പയർ ടു ദ സെന്റർ ടാപ്പ്. സെന്റർ ടാപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഇതിൽ ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് PIV is half of that of the center tap. PIV എന്ന് പറഞ്ഞാൽ എന്താണ്? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് is the maximum voltage across a reverse bias diode. റിവേഴ്സ് ബയാസ് ഡയോഡിൽ ഉണ്ടാകുന്നുള്ള മാക്സിമം വോൾട്ടേജിനെയാണ് നമ്മൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ആ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിൽ VM ആയിരിക്കും, മാക്സിമം വോൾട്ടേജ് ആയിരിക്കും. ഫുൾ വേവ് സെന്റർ ടാപ്പിലാണെങ്കിൽ 2 VM ആയിരിക്കും. ഫുൾ വേവ് ബ്രിഡ്ജിലാണെങ്കിൽ VM ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് സെന്റർ ടാപ്പിനെ വെച്ച് നോക്കുവാണെങ്കിൽ ബ്രിഡ്ജിൽ ഹാഫ് ആണ് അല്ലെ. സോ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ദ എഫിഷ്യൻസി ഈസ് ഹാഫ് ഓഫ് ദ സെന്റർ ടാപ്പ്. അല്ല, മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്, ഹാഫ് അല്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. The number of diodes required are half of that of the center tap. അല്ല, ബ്രിഡ്ജ് റെക്ടിഫയറിൽ നമുക്ക് 4 ഡയോഡ്സ് ആണ് വേണ്ടത്, സെന്റർ ടാപ്പിൽ 2. അപ്പൊ ബ്രിഡ്ജ് റെക്ടിഫയറിനകത്ത് സെന്റർ ടാപ്പിന്റെ ഡബിൾ നമ്പർ ഓഫ് ഡയോഡ്സ് ആണ്, അല്ലാതെ ഹാഫ് അല്ല. അപ്പൊ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി, ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. സോ ഓപ്ഷൻ ഏതാണ്? ഓൺലി വൺ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫിഫ്ത്ത്, അതിനു മുമ്പ് ഈ 3 റെക്ടിഫയേഴ്സ്, ഹാഫ് വേവ് റെക്ടിഫയറിൽ ഡയോഡ്സ് 1 ഡയോഡാണുള്ളത്, സെന്റർ ടാപ്പിൽ 2ഉം ബ്രിഡ്ജിൽ 4 ഡയോഡ്സും ആണുള്ളത്. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ആവറേജ് DC വോൾട്ടേജ് VM/2 ആണ്. സെന്റർ ടാപ്പിൽ അത് 2 VM/π ആണ്. സെന്റർ ടാപ്പിലും അതുപോലെ തന്നെ ബ്രിഡ്ജിലും 2 VM/π ആണ്. ഏത് ഔട്ട്പുട്ടിലുള്ള DC വോൾട്ടേജിന്റെ ആവറേജ് വാല്യൂ. RMS വാല്യൂ ഓഫ് കറണ്ട് Im/2 ആണ്. സെന്റർ ടാപ്പിലും ബ്രിഡ്ജിലും Im/√2 ആണ്. Peak inverse voltage is VM in case of half wave and bridge, 2 VM in case of center tap full wave rectifier. Okay, ആ ചെറിയ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. So fifth question, the basic purpose of a filter. Filter നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഔട്ട്പുട്ടിലുള്ള റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള AC കമ്പോണൻസ് അഥവാ റിപ്പിൾസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത് അല്ലേ. സോ അങ്ങനെ തന്നെയാണ് ഓപ്ഷനകത്തുണ്ട്, ഓപ്ഷൻ സി ആണ്, റിമൂവ് ദ റിപ്പിൾസ് ഫ്രം ദ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. എ ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് ഇക്വലന്റ് ടു എ, ഹാഫ് വേവ് റെക്ടിഫയർ എന്താണ്? ക്ലാമ്പർ ആണോ ക്ലിപ്പർ സർക്യൂട്ടിനാണോ? ക്ലിപ്പർ ആണോ ക്ലാമ്പർ ആണോ എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ക്ലാമ്പർ ആണോ ക്ലിപ്പർ ആണോ എന്ന് അറിഞ്ഞിട്ട് ക്ലാമ്പർ ആണെങ്കിൽ മാത്രം നെഗറ്റീവ് ബയസ് ആണോ പോസിറ്റീവ് ബയസ് ആണോ നോക്കിയാൽ മതിയല്ലോ. ഹാഫ് വേവ് റെക്ടിഫയർ നമ്മൾ കൊടുക്കുന്ന ഒരു ഫുൾ സൈൻ വേവിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് അല്ലെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടുന്നില്ല, അത് ക്ലിപ്പ് ചെയ്ത് പോയിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ റെക്ടിഫയർ ഇസ് ഇക്വലന്റ് ടു എ ക്ലിപ്പർ സർക്യൂട്ട് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. സോ 7th question, ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ് ആർ പ്രിഫേർഡ് ബിക്കോസ്. ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത് മോർ ദാൻ, നമ്മുടെ സെന്റർ ടാപ്പിനെക്കാട്ടി കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബ്രിഡ്ജാണ്. അതിനുള്ള ബ്രിഡ്ജിൽ 4 ഡയോഡ്സ് ആണ് ഉള്ളത്. സർക്യൂട്ട് കുറച്ചുകൂടെ വലുതാണെന്ന് തോന്നിയാലും ബ്രിഡ്ജ് തന്നെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതിന് കാരണം 2 റീസൺസ് ആണുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയറിന് ആവശ്യമായിട്ടുള്ള ട്രാൻസ്ഫോമറും ട്രാൻസ്ഫോമറിന്റെ സൈസ് എന്ന് പറയുന്നത് സെന്റർ ടാപ്പിന്റെ ട്രാൻസ്ഫോമറിനെക്കാട്ടിൽ ചെറിയ സൈസ് ആയിരിക്കും. ചെറുത് മതി. സെന്റർ ടാപ്പ് ചെയ്യാൻ വേണ്ടത് വലുതാണ്, ബ്രിഡ്ജിന് ആവശ്യമുള്ളത് ചെറുതാണ്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമറിന്റെ വലിപ്പം കുറയുമ്പോൾ തന്നെ സർക്യൂട്ടിന്റെ ബൾക്കിനെസ് കുറയാണ്, സർക്യൂട്ടിന്റെ സൈസ് ചെറുതാകുകയാണ്. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. രണ്ടെന്ന് പറയുന്നത് നമ്മൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് കണ്ടു അല്ലെ. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ബ്രിഡ്ജിൽ VM ഉള്ളൂ, അതേസമയം സെന്റർ ടാപ്പിൽ 2 VM ആണ്, ഡബിൾ ആണ്, ഇരട്ടിയാണ്. ഈ 2 അഡ്വാൻറ്റേജ് ആണ് ബ്രിഡ്ജ് റെക്ടിഫയറിനെ നമ്മൾ പ്രിഫർ ചെയ്യാനായിട്ട് ഉള്ള റീസൺ. സോ അവിടെ they need small transformer and also have less peak inverse voltage. അപ്പൊ രണ്ടും ഇവിടെ ഉള്ളത് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അപ്പൊ ഇത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ അഡ്വാൻറ്റേജസ് ആണ്. സെന്റർ ടാപ്പിംഗ് ഇല്ല, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡബിൾ ആണ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഹാഫ് ആണ്.
എന്നുള്ളതൊക്കെ കൊണ്ടാണ് നമ്മൾ കൂടുതലും ഫുൾ വേവ് റെക്ടിഫയറിൽ ബ്രിഡ്ജിനെ, ഫുൾ വേവിന്റെ മൊത്തത്തിലുള്ളതാണ് ഇത്, ഫുൾ വേവ് റെക്ടിഫയറിൽ ബ്രിഡ്ജിനെയാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. So 8th question, an AC supply of 230 volt is applied to a half wave rectifier circuit through a transformer of turns ratio 10:1. Find the output DC voltage, the peak inverse voltage. Assume the diode to be ideal. So നമുക്ക് AC supply voltage തന്നിട്ടുണ്ട്, നമുക്ക് ഔട്ട്പുട്ടിലുള്ള DC വോൾട്ടേജും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജും ആണ് വേണ്ടത്. സോ ആദ്യം നമുക്ക് ഇൻപുട്ട് ഒന്ന് പെർഫെക്റ്റ് ആക്കാം. നമുക്ക് തന്നിട്ടുള്ള AC സപ്ലൈ വോൾട്ടേജ് 230 വോൾട്ട് എന്നുള്ളത് RMS വാല്യൂ ആണ്. സോ സപ്ലൈ AC സപ്ലൈ വോൾട്ടേജിന്റെ 230 AC സപ്ലൈ വോൾട്ടേജിന്റെ RMS വാല്യൂവിനെ മാക്സിമം വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താണ് √2 × RMS വാല്യൂ എന്ന് പറയുന്നതാണ് മാക്സിമം വാല്യൂ. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് സപ്ലൈ വോൾട്ടേജ് 230 വോൾട്ട് ഇസ് ദ RMS വാല്യൂ ആണ്. സോ RMS വാല്യൂ 230 ആണ്, നമുക്ക് മാക്സിമം വോൾട്ടേജ് ആണ് വേണ്ടത്. മാക്സിമം വോൾട്ടേജ് കണ്ടുപിടിക്കുക, √2 × RMS വാല്യൂ ചെയ്യുക. സോ നമുക്ക് 325.3 കിട്ടും. √2നെ നമ്മൾ 1.414 എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. √2 = 1.414 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, വാല്യൂ കിട്ടും. സോ ഇത് പ്രൈമറി ആയതേ ഉള്ളൂ, ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി ഇൻപുട്ടിനെ നമ്മൾ മാറ്റിയതാണ്. ഇൻപുട്ടിന്റെ മാക്സിമം വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, നമ്മുടെ കയ്യിൽ RMS വാല്യൂ ആണ് ഉള്ളത്. നമുക്ക് മാക്സിമം വാല്യൂ ഇൻപുട്ടിൽ കിട്ടി, ഇനി നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വേണം, ഔട്ട്പുട്ടാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ സെക്കൻഡറിയിലെ മാക്സിമം വോൾട്ടേജ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്, സെക്കൻഡറിയും പ്രൈമറിയും തമ്മിൽ റെക്ടിഫയറിലെ റിലേഷൻ എന്താണ്, ഔട്ട്പുട്ട് സെക്കൻഡറി വോൾട്ടേജ് V2 ഡിവൈഡഡ് ബൈ പ്രൈമറി വോൾട്ടേജ് V1 ഇസ് ഈക്വൽ ടു സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് N2 ഡിവൈഡഡ് ബൈ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് N1 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു N2/N1 ചെയ്താൽ മതി. ഇപ്പോൾ പ്രൈമറിയിലെ മാക്സിമം വോൾട്ടേജ് ഇൻറ്റു 1 / 10 ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറിയിലെ മാക്സിമം വോൾട്ടേജ് നമുക്ക് 32.53 എന്ന് കിട്ടും. സോ സെക്കൻഡറിയിലെ മാക്സിമം കിട്ടി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് DC വോൾട്ടേജ് ആണ്. DC വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, മാക്സിമം വോൾട്ടേജ് അറിയാമെങ്കിൽ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ DC വോൾട്ടേജ് ഇസ് ഈക്വൽ ടു മാക്സിമം വോൾട്ടേജ് ഡിവൈഡഡ് ബൈ പൈ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പൈയുടെ വാല്യൂ 3.14 അല്ലെങ്കിൽ 22/7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക, ഏകദേശം 10.36 എന്ന് കിട്ടും. ഓക്കെ, സോ DC വോൾട്ടേജ് ഇൻ കേസ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് മാക്സിമം വോൾട്ടേജ് ഡിവൈഡ് ബൈ പൈ ആണ്. ഫുൾ വേവ് ആണെങ്കിൽ 2Vm/π എന്ന് വരും. അടുത്തത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഹാഫ് വേവ് റെക്ടിഫയറിൽ എന്താണെന്നാ നമ്മൾ പഠിച്ചത്, VM തന്നെയല്ലേ, VM തന്നെയാണ്. അപ്പൊ VM ഏതാ എടുക്കണ്ടേ, സെക്കൻഡറിയിലെ VM എടുക്കണം. സെക്കൻഡറിയിലെ മാക്സിമം വോൾട്ടേജ് എത്രയാണ്, 32.53 വോൾട്ട് ആണ്. അപ്പൊ അത് തന്നെയാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജും ഹാഫ് വേവ് റെക്ടിഫയറിൽ 32.53. ഓക്കെ, സോ ഇക്വേഷൻസ് സെക്കൻഡറി വോൾട്ടേജിന്റെ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു N2/N1. അതുപോലെ തന്നെ DC വോൾട്ടേജ് ഇൻ ഹാഫ് വേവ് റെക്ടിഫയർ ഇസ് ഈക്വൽ ടു മാക്സിമം ബൈ പൈ ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു മാക്സിമം വോൾട്ടേജ് തന്നെയാണ്. സോ ഇക്വേഷൻസ് എല്ലാം കൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ആവറേജ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു Vm/π, ഇവിടെ ആണെങ്കിൽ 2Vm/π ഫുൾ വേവില്. ആവറേജ് കറണ്ട് ആണ് Im/π, ഇവിടെ കറണ്ട് ടേംസിലാണ് 2Im/π. RMS വോൾട്ടേജ് Vrms ഇസ് ഈക്വൽ ടു Vm/2, ഇവിടെയാണ് Vm/√2. റിപ്പിൾ ഫാക്ടർ 1.21 ആണ്, ഫുൾ വേവില് 0.482 ആണ്. റിപ്പിൾ കുറവാണല്ലോ, കൂടുതലും DC ആയല്ലോ. മാക്സിമം എഫിഷ്യൻസി ഇവിടെ 40.6 ഉള്ളൂ, ഫുൾ വേവിലാണെങ്കിൽ 81.2 ആണ്. ഫോം ഫാക്ടർ 1.57 ആണ്, ഇവിടെ 1.11. പീക്ക് ഫാക്ടർ 2 ആണ്, ഇവിടെ √2 ആണ്. ഓക്കെ, സോ കമ്പാരിസൺ ആ വാല്യൂസ് ഒന്ന് നോക്കി വെച്ചേക്കാം. So 9th question, in a rectifier, larger the value of shunt capacitor filter. Shunt capacitor filter ന്റെ അതായത് നമ്മൾ മെയിനായിട്ട് 4 ടൈപ്പ് ഓഫ് ഫിൽറ്ററിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഔട്ട്പുട്ടിലെ റെസിസ്റ്ററിന്റെ പാരലൽ ആയിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കപ്പാസിറ്ററിന്റെ വാല്യൂ ലാർജ് ആകുമ്പോൾ അതിൽ കൂടെയുള്ള കറണ്ടും എന്ത് ചെയ്യും, ഡയോഡ്സിൽ കൂടെ പാസ് ചെയ്യുന്ന പീക്ക് കറണ്ടിന്റെ വാല്യൂം എന്താവുകയാണ്, ലാർജർ ആവുകയാണ്. സോ ഇവിടെ ആൻസർ B ആണ്. ഇഫ് ദ കപ്പാസിറ്റൻസ് വാല്യൂ, ഷണ്ട് കപ്പാസിറ്റർ വാല്യൂ കൂടുമ്പോൾ പീക്ക് കറണ്ടും ഇൻക്രീസ് ചെയ്യും. ലാർജർ ദ പീക്ക് കറണ്ട് ഇൻ ദ റെക്ടിഫയിങ് ഡയോഡ്. ഫിഗർ നോക്കുക, കപ്പാസിറ്റർ ഷണ്ട് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഷണ്ട് കപ്പാസിറ്റർ ഫിൽട്ടർ എന്ന് നമ്മൾ പറയുന്നത്. പിന്നീടുള്ള ഫിൽട്ടർ ഏതാണ്,
ഇൻഡക്ടർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് സീരീസ് ഇൻഡക്ടർ ഫിൽട്ടർ ഉണ്ട്. രണ്ടാമത്തേത് സീരീസ് ഇൻഡക്ടർ ഫിൽട്ടർ. പിന്നീടുള്ള LC ഫിൽട്ടർ ആണ്. LC ഫിൽട്ടർ എന്ന് വെച്ചാൽ ലോഡിന് പാരലായിട്ട് കപ്പാസിറ്ററും സീരീസ് ആയിട്ട് ഇൻഡക്ടറും കണക്ട് ചെയ്യും. അതാണ് LC ഫിൽട്ടർ. പിന്നെ ഉള്ളത് പൈ ഫിൽട്ടർ ആണ്. പൈ ഷേപ്പിൽ കണ്ടോ, രണ്ട് സൈഡിലും രണ്ട് കപ്പാസിറ്ററും ഇടയ്ക്ക് ഒരു ഇൻഡക്ടർ കൂടെ വെച്ചിട്ട് ആ പൈയുടെ ഷേപ്പ് പോലെ ആണ് പൈ ഫിൽട്ടർ. ഇപ്പൊ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് കിട്ടുന്നത് ഏതാണ്? പൈ ഫിൽട്ടറിന്റെ ഔട്ട്പുട്ട് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടുക അല്ലെ. ഏറ്റവും കുറവ് AC കമ്പോണൻസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ DC കൂടുതൽ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് പൈ ഫിൽട്ടർ ആണ്. കമ്പാരിറ്റീവ്ലി ഏറ്റവും നല്ല ഔട്ട്പുട്ട് അതിന്റെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ LC ഫിൽട്ടർ ദ റിപ്പിൾ ഫാക്ടർ. ഇപ്പൊ നമ്മൾ കണ്ടു LC ഫിൽട്ടർ അത് റിപ്പിൾ ഫാക്ടർ. അപ്പൊ നമ്മൾ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ അറിയണമെന്നുണ്ടെങ്കിൽ. LC ഫിൽട്ടറിന്റെ റിപ്പിൾ ഫാക്ടർ ഇക്വേഷൻ എന്ന് വെച്ചാൽ √3XC/3XL ആണ്. അവിടെ XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസും XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും ആണ്. ഓപ്ഷനിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെ ഒന്നും ബേസ് ചെയ്തില്ല, അവർ പറഞ്ഞേക്കുന്നത് ലോഡ് കറണ്ടും ലോഡ് റെസിസ്റ്റൻസും ബേസ് ചെയ്താ പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും RL-ഉം IL-ഉം ഒന്നും LC ഫിൽട്ടറിന്റെ റിപ്പിൾ ഫാക്ടറിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ RL-നും IL-നും എന്തെങ്കിലും മാറ്റം വന്നാലും R-ന് റിപ്പിൾ ഫാക്ടറിന് വ്യത്യാസമൊന്നും വരത്തില്ല. സോ ഇൻ LC ഫിൽട്ടർ ദ റിപ്പിൾ ഫാക്ടർ റിമെയിൻസ് കോൺസ്റ്റന്റ് വിത്ത് ദ ലോഡ് കറന്റ് ആണ്. ഓക്കെ, അപ്പം L ഫിൽട്ടറോ C ഫിൽട്ടറോ ആണെങ്കിലോ, L ഫിൽട്ടർ ആണെങ്കിൽ റിപ്പിൾ ഫാക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു RL ആണ്. സോ RL ലോഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ വ്യത്യാസം വരുന്നതിനനുസരിച്ച് റിപ്പിൾ ഫാക്ടറിന്റെ വാല്യൂവിന് മാറ്റം വരും. C കപ്പാസിറ്ററും അതുപോലെ തന്നെയാണ്. ഷണ്ട് കപ്പാസിറ്റർ ഫിൽട്ടറിലും അതുപോലെ തന്നെയാണ്. അവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ലോഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുമ്പോൾ റിപ്പിൾ ഫാക്ടർ കുറയും, ലോഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയുമ്പോൾ റിപ്പിൾ ഫാക്ടർ കൂടും. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പക്ഷെ കണക്ഷൻ ഉണ്ട്. അതേസമയം LC-യിൽ കണക്ഷൻ ഇല്ല. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. So next question, if by mistake AC source in a bridge rectifier is connected across the DC terminals, it will burn out and hence short dash diodes. അപ്പോൾ AC കൊടുക്കുമ്പോൾ DC ആക്കുകയാണ് റെക്ടിഫയർ ചെയ്യുന്നത്. അപ്പോൾ ACക്ക് പകരം നമ്മൾ ഇൻപുട്ട് ആയിട്ട് DC ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഷോർട്ട് ആവും അല്ലെ. എത്ര ഡയോഡ് ഷോർട്ട് ആവും? അപ്പോൾ ആലോചിക്കാം, ബ്രിഡ്ജ് റെക്ടിഫയറിൽ എത്ര ഡയോഡ്സ് ആണുള്ളത്? 4 ആണുള്ളത്. അപ്പോൾ 4. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് എത്ര ഡയോഡ്സ് ഉണ്ടെന്ന് ചോദിച്ചിരിക്കുകയാണ്. So 12th question, the DC output polarity of a half wave rectifier can be reversed by. അപ്പോൾ നമുക്ക് DC നമ്മൾ ആദ്യം കണ്ടില്ലേ, ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വേണം അല്ലെ. ഔട്ട്പുട്ടിന്റെ പൊളാരിറ്റി നമുക്ക് റിവേഴ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡയോഡിനെ റിവേഴ്സ് ചെയ്ത് വെച്ചാൽ മതി അല്ലെ. PN ഫോമിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡയോഡിനെ NP എന്നുള്ള ഫോമിലേക്ക് റിവേഴ്സ് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ടിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം കിട്ടും, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ക്ലിപ്പ് ചെയ്ത് പോകും. സോ ഇവിടെ ഡയോഡ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിന്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും ഹാഫ് വേവില്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഇൻപുട്ട് സപ്ലൈ ഫ്രീക്വൻസി ഈസ് 50 Hz, ഔട്ട്പുട്ട് റിപ്പിൾ ഫ്രീക്വൻസി ഓഫ് എ ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ് ഡാഷ്. അപ്പോൾ ഇൻപുട്ട് സപ്ലൈയുടെ ഫ്രീക്വൻസി 50 Hz ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഫുൾ വേവ് റെക്ടിഫയറിൽ ഡബിൾ ആയിരിക്കും. കാരണം എന്താ? ടൈം പീരീഡ് പകുതിയാവും അല്ലേ. ടൈം പീരീഡ് പകുതിയാകും, അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി ഡബിൾ ആവും. ഓക്കെ, സോ അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബ്രിഡ്ജ് റെക്ടിഫയർ ഫുൾ വേവ് റെക്ടിഫയർ ആണ്. സോ ഫുൾ വേവ് റെക്ടിഫയറിലെ കേസിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ ഡബിൾ ആയിരിക്കും. സോ ഇവിടെ 50യുടെ ഡബിൾ എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? 100 ആണ്. For an input signal, V of t is equal to Vm sin omega t. The average value of a half rectified sine wave. Half wave rectifier average value is equal to maximum value divided by pi ആണ് കേട്ടോ. So option C ആണ് ഇവിടെ ആൻസർ, Vm by pi. Full wave ആയിരുന്നെങ്കിൽ 2Vm by pi എന്ന് നമുക്ക് പറയാം. 15 questions statement type questions ആണ്. 3 statements തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ്. ഇപ്പോൾ റിപ്പിൾ ഫാക്ടർ ഓഫ് എ സിംഗിൾ ഫേസ് ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് 1.414. അത് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റുമല്ലോ അത് തെറ്റാണ്. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 1.21 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ നോക്കിക്കേ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചേക്കുന്നത് 1 തെറ്റാ. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ സിയിലും 1 ഉണ്ട്, ഓപ്ഷൻ ഡിയിലും 1 ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എയും അല്ല, സിയും അല്ല, ഡിയും അല്ല. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അങ്ങനെ തന്നെ കിട്ടും. അല്ലെങ്കിൽ തന്നെ പഠിച്ചു വെക്കണം. ഹാഫ് വേവ് റെക്ടിഫയർ, സിംഗിൾ ഫേസ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 1.21 ആണ്. അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ
0.482 ആണ്. ഇനി 3 phase ഹാഫ് വേവ് ആണെങ്കിൽ 0.17 ആണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഫസ്റ്റ് രണ്ട് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക, 1.21 ആൻഡ് 0.482. 16th ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. ആൻ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ ഇ എന്നോ അല്ലെ വി എന്നോ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഈസ് ഈക്വൽ ടു 400 sin 314t ഈസ് അപ്ലൈഡ് ടു എ ഡിവൈസ് ദാറ്റ് ഓഫേഴ്സ് ആൻ ഓമിക് റെസിസ്റ്റൻസ് ഓഫ് 10 ഓം അത് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് RMS വാല്യൂയും ആവറേജ് വാല്യൂമാണ്. എന്തിന്റെ? ഫോർ ദ കറണ്ടിന്റെ ആണ്. നമുക്ക് വോൾട്ടേജും റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, കറണ്ടിന്റെ RMSഉം ആവറേജ് വാല്യൂയും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എന്താണ്? വോൾട്ടേജിനെ നിന്ന് കറണ്ട് ആക്കണം അല്ലെ. സോ ഇവിടെ VM മാക്സിമം വോൾട്ടേജ് നമുക്ക് അറിയാം, ഇക്വേഷനകത്തുനിന്ന് കിട്ടും, 400 ആണ്. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഓംസ് ലോയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക. സോ കറണ്ട് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. സോ നമുക്ക് 400/10. മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എന്നുള്ളത് 40 ആംപിയർ എന്ന് നമുക്ക് കിട്ടും. കറണ്ടിന്റെ വാല്യൂ 40 ആംപിയർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഹാഫ് വേ റെക്ടിഫയർ ആണെന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അവിടെ ഹാഫ് വേ റെക്ടിഫയറിന്റെ കേസിൽ RMS വാല്യൂ കണ്ടുപിടിക്കാൻ മാക്സിമം വാല്യൂ ബൈ 2 ആണ്. അതുപോലെ തന്നെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ബൈ പൈ ആണ്. അപ്പൊ കറണ്ടിന്റെ മാക്സിമം വാല്യൂ നമുക്ക് കിട്ടി 40 ആംപിയർ ആണ്. സോ ഡിവൈഡ് ബൈ 2 ചെയ്താൽ 20 ആംപിയർ ഇസ് ദ RMS വാല്യൂ. അതുപോലെ തന്നെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 40 ഡിവൈഡ് ബൈ പൈ. പൈക്ക് നിങ്ങൾ 22/7 എന്നോ അല്ലെങ്കിൽ 3.14 എന്ന് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. സോ ആൻസർ 12.7 എന്ന് കിട്ടും. കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the AC supplies 50 Hz, what will be the ripple frequency out of the half wave rectifier? നിങ്ങൾ തന്നെ പറയും, നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, സപ്ലൈ ഫ്രീക്വൻസി 50 ആണെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്താണ്? 2f ആണ്, 100 ആവും. ഹാഫ് വേവ് ആവുമ്പോഴോ f തന്നെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ ഇവിടെ ആൻസർ എന്ത് തന്നെയാണ്? 50 Hz തന്നെയാണ്. സോ 18th ക്വസ്റ്റ്യൻ, the diode in a half wave rectifier has a forward resistance RF. ഓക്കെ, അപ്പൊ ഡയോഡിന്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് RF ആണ്. അതായത് ഫോർവേഡിൽ കറണ്ടിനെ പാസ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഒരു കട്ട് ഇൻ വോൾട്ടേജ് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഓപ്പോസിഷൻ കഴിഞ്ഞിട്ടേ ബാക്കി കറണ്ട് പാസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ ചെറിയൊരു ഫോർവേഡ് റെസിസ്റ്റൻസ് ഉണ്ട്, അത് RF ആണ്. അതുപോലെ തന്നെ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് VM sin ωt ആണ്, ലോഡ് റെസിസ്റ്റൻസ് RL ആണ്. അങ്ങനെയാണ് DC കറണ്ട് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ നമുക്ക് VM sin ωt ഇൻപുട്ട് വോൾട്ടേജ് VM sin ωt ഉള്ളതിനകത്തുനിന്ന് തന്നെ ഇൻപുട്ടിന്റെ മാക്സിമം വോൾട്ടേജ് നമുക്ക് VM എന്ന് കിട്ടും. സോ നമ്മളോട് ഔട്ട്പുട്ട് കറണ്ട് ആണ് ചോദിച്ചേക്കുന്നത്. കറണ്ട് അറിയാൻ നമ്മൾ കറണ്ട് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ് അല്ലെ. സോ മാക്സിമം കറണ്ട് IM എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? VM ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഇവിടെ റെസിസ്റ്റൻസ് ലോഡ് റെസിസ്റ്റൻസും ഉണ്ട്, ഫോർവേഡ് റെസിസ്റ്റൻസ് ആയ RF ഉണ്ട്. സോ അവിടെ ടോട്ടൽ എടുക്കണം, RL പ്ലസ് RF എടുക്കണം ടോട്ടൽ റെസിസ്റ്റൻസ് ആയിട്ട്. അപ്പൊ മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? IM ഇസ് ഈക്വൽ ടു VM ബൈ RF പ്ലസ് RL എന്ന് കിട്ടും. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ മാക്സിമം കറണ്ട് ആണോ? അല്ല, DC കറണ്ട് ആണ്, ഹാഫ് വേ റെക്ടിഫയർ ആണ്. ഹാഫ് വേ റെക്ടിഫയറിന്റെ DC വാല്യൂ ഇസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ പൈ ആണ്. സോ മാക്സിമം വാല്യൂ VM ബൈ RF പ്ലസ് RL ആണ് കറണ്ട്. ഒരു പൈയും കൂടി ഇട്ട് കൊടുത്താൽ ആൻസർ ആയി VM ഡിവൈഡ് ബൈ RF പ്ലസ് RL ഇൻറ്റു പൈ. അപ്പൊ ഈ ഫോർവേഡ് റെസിസ്റ്റൻസ് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ജസ്റ്റ് RL എന്ന് മാത്രം എഴുതായിരുന്നു. 19th question, if peak voltage of a half wave rectifier circuit is 5 volt and diode cut in voltage is 0.7, then peak inverse voltage of the diode will be dash. നമുക്കറിയാം ഹാഫ് വേ റെക്ടിഫയറിന്റെ കേസിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് മാക്സിമം വോൾട്ടേജ് ആയ VM ആണ്. ഇവിടെ 5 വോൾട്ട് എന്ന ആൻസർ എഴുതാൻ പാടുണ്ടോ? പാടില്ല, കാരണം ഇവിടെ ഡയോഡിന്റെ കട്ട് ഇൻ വോൾട്ടേജ് തന്നിട്ടുണ്ട് 0.7 ആണ്. സോ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന 5 വോൾട്ടേജ് മൊത്തത്തിൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുമോ? ഇല്ല. 0.7 കട്ട് ഇൻ വോൾട്ടേജ് നമുക്ക് കിട്ടത്തില്ല അല്ലേ. 0.7 ഒരു ബ്രേക്ക് ഡൗൺ പോയിന്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ കണ്ടക്ഷൻ നടക്കുകയുള്ളൂ. സോ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 5 മൈനസ് 0.7 ആണ്, 4.3 വോൾട്ടേ കിട്ടുള്ളൂ. സോ 4.3 എന്ന് പറയുന്നതാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, അല്ലാതെ 5 അല്ല. ഓക്കെ, സോ 5 മൈനസ് 0.7 ആൻസർ ഈസ് 4.7 എന്നുള്ളതാണ്. So next question, in a shunt capacitor filter, the mechanism that helps the removal of ripples. അപ്പോൾ നമ്മൾ 4 ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് പഠിച്ചു. അതിൽ ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്റർ എന്തുകൊണ്ടായിരിക്കും
കപ്പാസിറ്ററിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് ഫിൽറ്ററിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയെ സ്റ്റോർ ചെയ്യുന്ന ഒരു പാസീവ് കമ്പോണന്റ് ആണ്. സോ അതിന്റെ ആ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ റിപ്പിൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദ പ്രോപ്പർട്ടി ഓഫ് കപ്പാസിറ്റർ ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി. അതിന്റെ കപ്പാസിറ്ററിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫിൽറ്ററിംഗ് ആക്ഷൻ ഫിൽറ്ററിംഗ് പർപ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ കപ്പാസിറ്ററിന്റെ ഇലക്ട്രിക്കൽ എനർജിയെ സ്റ്റോർ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിൽറ്ററിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത്. സോ നെക്സ്റ്റ്, ദ കട്ടിംഗ് പോയിന്റ് ഓഫ് എ കപ്പാസിറ്റർ ഫിൽറ്റർ. കപ്പാസിറ്റർ ഫിൽറ്ററിന്റെ കട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴാണോ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഇൻസ്റ്റന്റിനെയാണ് നമ്മൾ കട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദ ഇൻസ്റ്റന്റ് അറ്റ് വിച്ച് the conduction starts is the cutting point. Next, the inductor filter gives smooth output because capacitor filter filtering use ചെയ്യുന്നത് അതിന്റെ ഇലക്ട്രിക്കൽ എനർജിയെ സ്റ്റോർ ചെയ്യാനുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ്. ഇൻഡക്ടറിന് എന്ത് പ്രത്യേകതയാണുള്ളത്? അത് എങ്ങനെയാണ് ഔട്ട്പുട്ട് സ്മൂത്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ AC എന്താണ് ചെയ്യുന്നത്? ഇൻഡക്ടർ എന്ന് പറയുന്നത് ഒരു പാസീവ് കമ്പോണന്റ് ആണ്. അത് ACയെ ബ്ലോക്ക് ചെയ്യുകയും DCയെ പാസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പാസീവ് കമ്പോണന്റ് ആണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. സോ AC കമ്പോണന്റ് വന്നു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യും. അതായത് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആയിരിക്കും. AC കമ്പോണന്റിന് അത് ഇൻഡക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അതായത് പാസ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, AC കമ്പോണന്റ് എന്നാൽ പാസ് ചെയ്യുന്നില്ല, അതല്ലേ നമുക്ക് വേണ്ടത്. AC എന്ന് പറയുന്നത് നമ്മുടെ റിപ്പിൾ അല്ലേ, നമുക്ക് റിപ്പിൾ വേണ്ടല്ലോ, DC അല്ലേ വേണ്ടത്. സോ AC വന്നാൽ പാസ് ചെയ്യുന്നില്ല ഇൻഡക്ടർ, അതൊരു ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിൽ DC ആയിരിക്കും കൂടുതൽ, ഔട്ട്പുട്ട് സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, സോ ദ ഇൻഡക്ടർ ഫിൽറ്റർ ഗീവ്സ് എ സ്മൂത്ത് ഔട്ട്പുട്ട് ബിക്കോസ് ഇറ്റ് ഓഫേഴ്സ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ടു AC കമ്പോണന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അഡ്വാൻറ്റേജ് ഓഫ് പൈ ഫിൽറ്റർ. നമ്മൾ തന്നെ കണ്ടു, ആ കമ്പാരിസൺ ആയിട്ട് ആ ഫിഗർ കണ്ടപ്പോൾ പൈ ഫിൽറ്ററിനാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് ഔട്ട്പുട്ടിൽ AC കമ്പോണൻസ് വളരെ വളരെ കുറവാണ്, അതായത് റിപ്പിൾ ഏറ്റവും കുറവാണ് പൈ ഫിൽറ്ററിൽ. അത് തന്നെയാണ് അതിന്റെ അഡ്വാൻറ്റേജും, ലോ റിപ്പിൾ ഫാക്ടർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ചോക്ക് L സെക്ഷൻ ഫിൽറ്റർ. ചോക്ക് L സെക്ഷൻ ഫിൽറ്ററിൽ എങ്ങനെയാണ് ഇൻഡക്ടറിന്റെ കണക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചോക്ക് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ LC ഫിൽറ്ററിനെ തന്നെയാണ് ചോക്ക് ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പൊ LC ഫിൽറ്ററിൽ ഇൻഡക്ടർ ലോഡ് റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ടും കപ്പാസിറ്റർ പാരലൽ ആയിട്ടും ഷണ്ട് ആയിട്ടുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഇൻ എ ചോക്ക് L സെക്ഷൻ ഫിൽറ്റർ the inductor is connected in series and capacitor is connected across the load എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ കണക്റ്റിംഗ് ഫാക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. സോ ചെറിയ ചെറിയ ഇക്വേഷൻസും ചെറിയ ചെറിയ ആ വാല്യൂസും നിങ്ങൾ പഠിച്ചു വെക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് യൂസ് ആവും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.